ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിലയും പരിപ്പും കൂടാണ്. അത് പരിപ്പ് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കഴുകി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കേണ്ടത് ഒരു മുറി തേങ്ങ, 3 പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകിയത് കുക്കറിലോട്ട് ഇടാം. പരിപ്പ് ഇതിനകത്തോട്ട് നമുക്ക് കുക്കറിലിട്ട് കഴുകി വെച്ചിരിക്കുക. 2 വിസിൽ വരുമ്പോൾ നമുക്കത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചാൽ എളുപ്പം പരിപ്പ് വേകുകയും ചെയ്യും, രുചിയുണ്ട്. കുക്കർ അങ്ങോട്ട് വെക്കാം. ഇത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇത് അരച്ചുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ നമുക്ക് അരയ്ക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പരിപ്പ് കറിക്ക്. ഇത് നമുക്ക് നല്ലപോലെ അരച്ചിട്ടുണ്ട്. നല്ലപോലെ അരയണം. നമുക്ക് പരിപ്പ് എന്തോന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. മുരിങ്ങയില നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി ഇടാം. പച്ചയ്ക്ക് ഇടുന്നവർ പച്ചയ്ക്കിടും, ചൂടാക്കി ഇടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പം ഇതൊന്ന് ചൂടാക്കി നമുക്ക് ഇടുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാം. മുരിങ്ങയില ഏറ്റവും ഗുണമുള്ള സാധനമാണ്. കണ്ണിനും പല്ലിനും എല്ലിനും എല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഏറ്റവും ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി ഒന്ന് കൂട്ടണം കേട്ടോ. മുരിങ്ങയില തോരൻ വെക്കാനും മുരിങ്ങയില കറി വെക്കാനും ഗർഭിണികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഞങ്ങളിത് മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ പറമ്പിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് തീർക്കാൻ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ പറമ്പിൽ ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഈ പരിപ്പിനകത്തോട്ട് എന്നിട്ട് നമുക്ക് ഈ അരച്ചത് ഇതിനകത്തോട്ട് ഇട്ടേക്കാം. അരച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഒന്ന് ചൂടാകണം. മുരിങ്ങയിലയും പരിപ്പും എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പരിപ്പും നല്ലതാണ്, മുരിങ്ങയിലയും നല്ലതാണ്. മുരിങ്ങയില ഏറ്റവും ഗുണമുള്ളതാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ അതൊക്കെ എല്ലാവരും ഉണ്ടാക്കണം. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല ഇതൊന്നും. ഇതൊക്കെ നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന കാശ് കൊടുത്ത് മേടിക്കുന്ന വിഷാംശം നമ്മുടെ വയറ്റിൽ ചെല്ലുന്നതിന് ഗുണം നമുക്കിതാണ്. ഞങ്ങളൊക്കെ ഇത് മിക്കവാറും മുരിങ്ങയില തോരനും മുരിങ്ങയില കറിയും ഒക്കെ വെക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാകട്ടെ. അന്നേരത്തേന് നമുക്കിവിടെ കടുവൊക്കെ നമുക്കിടാം. നമുക്ക് കടുക് അങ്ങോട്ട് ഇടാം. കഴിഞ്ഞ് ഉള്ളി ഇടാം. പിന്നെ വറ്റൽമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്വല്പം തേങ്ങ വാർത്തിടണം.
വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. നമ്മൾ ഈ എരിശ്ശേരിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും വറുത്തിടുകയില്ല വേണം. അതുപോലെ ഇതിന് ശകലം വറുത്തിട്ടാൽ നല്ലതാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ തേങ്ങ വറക്കണം, വറുത്ത് ഒരുമാതിരി ചുമക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എല്ലാവരും മുരിങ്ങയില ഈ സമയത്തൊക്കെ മുരിങ്ങയില ഏറ്റവും നല്ല, മഴക്കാലത്തുമൊക്കെ ആണേലും മുരിങ്ങയില തോരൻ പിള്ളേർക്ക് ഏറ്റവും നല്ല. കുഞ്ഞു പിള്ളേർക്കൊക്കെ മുരിങ്ങയില തോരനും കറിയൊക്കെ. ഈ കറി കണ്ണിനും കുഞ്ഞുങ്ങൾക്ക് കണ്ണിനൊക്കെ നല്ലതാണ്. ഗർഭിണികളുള്ള വീടുകളിലൊക്കെ ഗർഭിണികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഏറ്റവും ഗുണമാണ്. ഇതൊന്നും ഇതായി പതഞ്ഞ് വന്നു, ഒന്ന് മുരിങ്ങയിലയും കൂടെ ഇട്ടൊന്നായി. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തത് നമുക്ക് ഒന്ന് മൂത്തോട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമപ്പ് വരുവാകുമ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ട് വറക്കണം. കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഒരു ചുമപ്പ് വരുവാകുമ്പോൾ ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഈ പരിപ്പിനകത്തോട്ട് ഒഴിക്കാം. ഇല്ല, എളുപ്പമുള്ള കറിയാണ്. എളുപ്പമുണ്ട് താനും, നല്ല 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും താനും, ഗുണമുള്ളതുമാണ്. അപ്പം പരിപ്പും മുരിങ്ങയിലയും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം, സ്വാദുണ്ടോ എന്നൊക്കെ നോക്കാം. ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്ന, എന്നാലും ഒന്ന് നോക്കിയേക്കാം. സൂപ്പറാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണം. നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഇത് കറിയൊന്ന് മാറ്റി പിടിക്കാം. പരിപ്പും മുരിങ്ങയിലയും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം, എല്ലാവരും ഇത് ഉണ്ടാക്കണം, ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം. പിന്നെ ഏറ്റവും ഔഷധമുള്ള ആണ് മുരിങ്ങയില, ഏറ്റവും ഗുണമുള്ളത് കണ്ണിന്, പല്ലിന്, എല്ലിന് ഒക്കെ. പിന്നെ കുഞ്ഞുങ്ങൾക്ക്, മുല കൂട്ടുന്ന അമ്മമാർക്ക് ഒക്കെ ഗുണമുള്ളതാണ്. അത് നമ്മുടെ പറമ്പിലൊക്കെ ഇല്ലാത്തവർ ഓരോ കമ്പ് എവിടുന്നേലും കിട്ടുന്നത് കൊണ്ടൊന്ന് വെച്ച് പിടിപ്പിച്ച് അത് നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇല ഞുള്ളി തോരൻ വെക്കുകയും പിന്നെ കറി വെക്കുകയൊക്കെ ചെയ്യണം. പരിപ്പ് ഇട്ട് കറി വെക്കുന്നത് നല്ലതാണ്. പരിപ്പും നല്ലതാണ് പിള്ളേർക്ക്, മുരിങ്ങയിലയും നല്ലതാണ് പിള്ളേർക്ക്. അപ്പോൾ അത് കറി വെച്ച് കൊടുക്കണം. പിന്നെ ഇനി ഇതെല്ലാവരും കൂട്ടണം, എല്ലാവരും കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യണം.